ഹായ് എവറിബഡി, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ ഈസ് ഓൾ അബൌട്ട് ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസിനെ കുറിച്ചാണ്. ഇത് വന്നിട്ട് ഗിയർ വയറാണ് കേട്ടോ. ഗിയർ വയർ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് നെക്ലേസ് മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. നല്ലപോലെ മാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗിയർ വയർ യൂസ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് ഗോൾഡൻ കളറിലും സിൽവർ കളറിലും അവൈലബിൾ ആണ്. ഞാനിപ്പം സിൽവറാണ് എടുത്തിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഓഫ്ലൈനിലും വാങ്ങിക്കാൻ കിട്ടും, അതുപോലെ തന്നെ ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എത്രയാണ് ലെങ്ത്ത് വേണ്ടത് അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് വന്നിട്ട് നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ടൂൾസാണ്. കുറേ ടൂൾസ് അവൈലബിൾ ആയിട്ടുണ്ട്, പക്ഷേ ഇതാണ് ബേസിക് ആയിട്ടുള്ളത്. ഈ ഒരു കാണുന്ന ഫസ്റ്റ് വൺ വന്നിട്ട് നോസ് പ്ലെയർ ആണ്. ഇതിൻ്റെ ടിപ്പ് ശ്രദ്ധിച്ചാൽ അറിയാം. ഇത് കുറച്ച് നമുക്ക് ബെൻഡ് ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇയറിങ്സ് മേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈവൻ നെക്ക് പീസസ് ഒക്കെ മേക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പം ആദ്യം കണ്ട് ഗിയർ വയർ ഉണ്ടല്ലോ, ഗിയർ വയറിനെ ലോക്ക് ചെയ്യാനായിട്ട് നമ്മൾ ക്രിം ബീഡ്സ് യൂസ് ചെയ്യും. അപ്പോൾ ഈ ബീഡ്സൊക്കെ നമുക്ക് പ്രസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ പിൻസൊക്കെ ഇങ്ങനെ ബെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു നോസ് പ്ലെയർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇതും സെയിം മെക്കാനിസം തന്നെയാണ്, പക്ഷേ ഇത് കുറച്ചുകൂടി നമുക്ക് നല്ലപോലെ റോൾ ചെയ്തെടുക്കാൻ വേണ്ടി, പെർഫെക്റ്റ് ആയിട്ട് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത് വന്നിട്ട് കട്ടറാണ്. കട്ടർ ഒബ്വിയസ്ലി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കാണിച്ച ഗിയർ വയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്തെങ്കിലും പിൻസ് ഉണ്ടല്ലോ, നമ്മൾ ഇയറിംഗ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ റിമൈനിങ് പോർഷനെ കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു കട്ടിംഗ് പ്ലെയർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, നമ്മളിതുപോലെ ഗിയർ വയർ കട്ട് ചെയ്തെടുത്തു. അതുപോലെ തന്നെ നമ്മുടെ പിൻസൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യാം. അടുത്ത് വന്നിട്ട് ഇയറിംഗ് മേക്കിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇയറിംഗ് മേക്കിംഗ് തന്നെയല്ല, നമുക്ക് ജ്വല്ലറി മേക്കിങ്ങിന് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഇത് വന്നിട്ട് ഫ്ലാറ്റ് പിൻസ് ആണ് കേട്ടോ. സിൽവർ ടോണിലും അതുപോലെ തന്നെ ആൻറ്റീക് ടോൺസിൽ അവൈലബിൾ ആണ്, ഗോൾഡൻ കളറിലൊക്കെ അവൈലബിൾ ആണ്. ഇത് ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിൻ്റെ ഒരു ടിപ്പ് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ബീഡ്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് താഴത്തോട്ട് പോവില്ല, അതിനെങ്ങനെ ലോക്ക് ചെയ്ത് വെക്കും. ഇത് നമുക്ക് ആംഗ്ലെറ്റ് മേക്കിങ്ങിന് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ പല സംഭവത്തിനൊക്കെ യൂസ് ചെയ്യാം. ഇത് ഐ പിന്നാണ്. ഇതും നമുക്ക് ഇയറിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പലതരം ജ്വല്ലറി മേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു എൻഡ് ഓപ്പൺ ആണ്, ഒരു എൻഡ് ഇതുപോലെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് റോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബീഡിട്ട് കഴിയുമ്പം ലോക്കായിട്ടിരുന്നോളും. അതുപോലെ തന്നെ ആ താഴത്തെ നമുക്ക് ആ ഒരു ലൂപ്പിലൂടെ വേറെ ലോറിയൽസോ അല്ലെങ്കിൽ വേറെ ബീഡ്സൊക്കെ അറ്റാച്ച് ചെയ്തൊരു ഹാങ്ങിങ് ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഐ തിങ്ക് ഈ ഒരു മെറ്റീരിയൽ എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. ഇത് വന്നിട്ട് ഇയർ പോസ്റ്റ് എന്ന് പറയും. നമ്മൾ സ്റ്റഡ് ഇയറിങ്സ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഗ്ലൂ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യുന്ന മെറ്റീരിയലാണ് കേട്ടോ ഇത്. ഇത് വന്നിട്ട് സിൽവർ ടോണിലും അതുപോലെ തന്നെ ഗോൾഡൻ ടോണിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു മെറ്റീരിയലിൻ്റെ പേരാണ് ലോബ്സ്റ്റർ ക്ലിപ്പ്. ഇത് വന്നിട്ട് നമ്മൾ ആംഗ്ലെറ്റ്സ് യൂസ് ചെയ്യുമ്പോഴോ ആംഗ്ലെറ്റ്സ് മേക്കിങ്ങിന് അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുമ്പോൾ നെക്ലേസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ആ ഒരു ലോബ്സ്റ്റർ ക്ലിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ഇതുപോലത്തെ അടുത്തൊരു ലോക്കിംഗ് മെക്കാനിസമാണ് കേട്ടോ ഇത്. എക്സ്റ്റെൻഡർ ചെയിൻസ് എന്നാണ് ഇതിന് പറയുക. ഇതിനകത്തൊരു ലോക്കുണ്ട്, അതുപോലെ തന്നെ റിങ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കറക്റ്റ് ലെങ്ത്തിനനുസരിച്ച് ഈ ഒരു ലോക്കിനെ അതിനകത്തോട്ട് കൊളുത്തിയിടാൻ പറ്റും. ഇതും സിൽവർ ടോണിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ഫെമിലിയർ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇത് വന്നിട്ട് ഇയറിംഗ് ഹുക്കാണ്, ഫിഷ് ഹുക്ക് എന്നാണ് പറയുക. അപ്പോൾ എൻ്റെ ഉള്ളത് സിൽവർ കളറിലാണ്. ഇത് നമുക്ക് ഹാങ്ങിങ് ഇയറിങ്സ് ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഫിഷ് ഹുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്തത് ജംപ് റിങ്സ് ആണ്. ജംപ് റിങ്സും നമുക്ക് പല സൈസസിൽ അവൈലബിൾ ആണ്. 3mm 4mm 2mm ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിത് വന്നിട്ട് ലോറിയൽസ് കണക്ട് ചെയ്യാനും ബീഡ്സ് കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഓരോ നെക്ലേസ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് അറ്റാച്ച്മെൻറ്റ്സിന് വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് ഫ്യൂസ് വയർ എന്ന് പറയും. ഫ്യൂസ് വയറിൻ്റെ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ലോറിയൽസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ലോറിയൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബീഡ്സ് വെച്ചിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഈ ലോറിയൽസ്. അപ്പോൾ ഒരു ബീഡ് ഇട്ടിട്ട് അതിൻ്റെ എൻഡിൽ ഇതുപോലൊരു ബെൽ ഷേപ്പിലൊരു ഇതുണ്ടായിരിക്കും. നമ്മൾ അതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് എൻഡിനെ നല്ലപോലെ ട്വിസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിന് നമുക്ക് ഇയറിങ്സിലോ അല്ലെങ്കിൽ നെക്ലേസസിനകത്തൊക്കെ ഹാങ് ചെയ്യാം. ഒന്നെങ്കിൽ ജംപ് റിങ്സിൻ്റെ ഹെൽപ്പോട് കൂടി ഹാങ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഹാങ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്യൂസ് വയർ യൂസ് ചെയ്യുന്നത്. ഫ്യൂസ് വയർ വന്നിട്ട് ഇതുപോലെ സിൽവർ ടോണിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഗോൾഡാണ് കാണിച്ചിരിക്കുന്നത്. അടുത്ത ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇതാണ് ക്രിം ബീഡ്സ്. ഞാൻ മുന്നേ ക്രിം ബീഡ്സിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ക്രിം ബീഡ്സ് വന്നിട്ട് നമ്മൾ നെക്ലേസസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു ഗിയർ വയറിനകത്ത് നമ്മൾ നമ്മുടെ ലോക്കിനെ പ്രസ് ചെയ്ത് വെക്കാനായിട്ടാണ് ഈ ഒരു ക്രിം ബീഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ.
ദിസ് ഈസ് നൈലോൺ കോഡ്. ഇത് വന്നിട്ട് പല തിക്നെസ്സിലും അതുപോലെ ലെങ്ത്തിലും അവൈലബിൾ ആയിട്ടുണ്ട്. ഞാനിത് ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളിത് ടെറാക്കോട്ട ജ്വല്ലറീസ് ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ ലോങ് പെൻഡൻ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കോഡ് യൂസ് ചെയ്യുന്നത്. ഗ്ലൂ വന്നിട്ട് പല പേർപ്പസിന് യൂസ് ചെയ്യും. ഫാബ്രിക് ജ്വല്ലറിലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുന്തൻ സ്റ്റോൺസ് വെച്ചിട്ട് നമ്മൾ ഇയറിങ്സോ അല്ലെങ്കിൽ നെക്ക് പീസൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യും. ബാംഗിൾ ബേസ് ആണിത്. നമുക്ക് പല ഷേപ്പിലും പല സൈസിലും അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ബീഡ്സ് വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത് കേട്ടോ. ഇത് ഗുങ്കുറു ബീഡ്സ് ആണ്. ഗോൾഡൻ, ആൻറ്റീക്ക് ആൻഡ് സിൽവർ ടോണിൽ അവൈലബിൾ ആണ്. നമ്മൾ ഫാബ്രിക് ജ്വല്ലറി ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ബ്ലാക്ക് കോഡിൽ ഇതുപോലെ ഗുങ്കുറു ബീഡ്സ് അറ്റാച്ച് ചെയ്തിട്ടുള്ള നെക്ക് പീസസ് ഉണ്ട്. ഇയറിങ്സിൻ്റെ അറ്റാച്ച്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യും. പല പേർപ്പസ് ഉണ്ട്. ഇത് CCB മെറ്റീരിയലാണ് കേട്ടോ. ഇത് മെറ്റലല്ല, CCB മെറ്റീരിയലാണ്. സ്റ്റഡ് ബേസ് ആണിത്. ഇതിനകത്ത് നമുക്ക് ലോറിയൽസോ അല്ലെങ്കിൽ ഹാങ്ങിങ്സോ ഒക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ബീഡ് ക്യാപ്പാണിത്. പല ഷേപ്പിലും സൈസസിലും അവൈലബിൾ ആണ്. കളറും നമുക്ക് ആൻറ്റീക്ക് ആൻഡ് ഗോൾഡിലൊക്കെ മാർക്കറ്റിൽ നിന്ന് കിട്ടും. ഓഫ്ലൈനായിട്ടോ അല്ലെങ്കിൽ ഓൺലൈനിലായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഓൺലൈൻ സ്റ്റോറിൽ നിന്നാണ്. നമുക്ക് നെക്ലേസ് ഉണ്ടാക്കുമ്പോൾ ബീഡ്സിൻ്റെ ബിറ്റ്വീനിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇയറിങ്സ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെയൊക്കെ ഇത് വന്നിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അടുത്ത് ഡോറിയാണ്. ഡോറി എന്ന് പറയുമ്പോൾ നമ്മൾ നെക്ലേസസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ എൻഡിൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. ഇതും സിൽവറിലും ആൻറ്റിക്കിലൊക്കെ അവൈലബിൾ ആണ്. ടസലില്ലാത്തതും ഉള്ളതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓഫ്ലൈനിൽ നിന്ന് വേണമെങ്കിൽ ഓഫ്ലൈനിൽ നിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. അടുത്തത് വന്നിട്ട് കുന്തൻ സ്റ്റോണാണ്. ഇത് വന്നിട്ട് 2 ഹോൾ കുന്തൻ സ്റ്റോണാണ്. നോക്കിയാൽ അറിയാം, ഈ ഒരു ഡ്രോപ്പ് സൈസ് കുന്തൻ സ്റ്റോണിൻ്റെ 2 എൻഡിലും ഹോൾസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് വന്നിട്ട് ഒരെണ്ണം ബീഡിലോട്ട് അറ്റാച്ച് ചെയ്യാം, ഒരെണ്ണത്തിൻ്റെ അടുത്ത എൻഡിൽ നമുക്ക് ലോറിയൽസ് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇത് വെച്ചിട്ട് നമുക്ക് ഇയറിങ്സ് മേക്ക് ചെയ്യാം, അതുപോലെ തന്നെ നെക്ലേസൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അടുത്ത് വന്നിട്ട് കുറച്ച് ചാംസ് ആണ്. ഈ ചാംസ് നമുക്ക് മൾട്ടിപർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം. ഇയറിങ്സ് വേണമെങ്കിൽ ഇയറിങ്സ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് നെക്ലേസസിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഇങ്ങനെ ചാംസ് ആഡ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ സിൽവറും ആൻറ്റിക്കും ആണ് ഇരിക്കുന്നത്. കുറച്ച് പെൻഡൻസ് ആണ്. ഒരെണ്ണം പാലക്ക ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള പെൻഡൻ്റ് ആണ്. അടുത്തത് വന്നിട്ട് ഒരു ആൻറ്റി ഗോൾഡ് പെൻഡൻ്റ് ആണ്. ഇതിൻ്റെ അടിയിൽ നമുക്ക് കാണാം കുറേ ഹോൾസ് ഉണ്ട്. അതിനകത്ത് നമുക്ക് ലോറിയൽസ് അറ്റാച്ച് ചെയ്യാം. ഗോൾഡൻ കളറോ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ വൈറ്റ് ലോറിയൽസൊക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. പല സൈസിലും ഷേപ്സിലും കളറിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അടുത്ത് വന്നിട്ട് സ്പേസർ ബീഡ്സ് ആണ്. ഇത് മെറ്റൽ ബീഡാണ്, ജർമ്മൻ സിൽവർ ആണ്. പല ഷേപ്പിൽ, ഇതിപ്പോൾ നമ്മൾ സിലിണ്ടറിക്കൽ ഷേപ്പാണ് എൻ്റെ കയ്യിലുള്ളൂ. റൗണ്ട് ഷേപ്പ് ഉണ്ട്, കോണിക്കൽ ഷേപ്സ് ഉണ്ട്. ഇത് വന്നിട്ട് നമുക്ക് നെക്ലേസസിൻ്റെ ഗ്ലാസ് ബീഡ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ബീഡ്സ് ഇടുമ്പം അതിൻ്റെ ഇൻ ബിറ്റ്വീനിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അടുത്തത് വന്നിട്ട് ഗോൾഡ് പ്ലേറ്റഡ് ബീഡ്സ് ആണ്. ഇതും നമുക്ക് മൾട്ടി പേർപ്പസ് ആണ്. മാല ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ഇയറിങ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇൻ ബിറ്റ്വീൻ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അത്യാവശ്യം കളർ ഗ്യാരണ്ടി ഉള്ള ഒരു പ്രോഡക്റ്റാണിത്. പല ഷേപ്പിലാണ്. ഇപ്പോൾ ഞാൻ എടുത്തിട്ട് 3mm ആണ് കേട്ടോ. ഇതിനെയാണ് നമ്മൾ കണക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇയറിങ്സ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ലെയേർഡ് നെക്ലേസസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ 2-3 ലെയർ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഈ ഒരു കണക്ടറിലോട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്കൊരു ലെയേർഡ് നെക്ക് പീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. സിൽവറിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിപ്പോൾ 3 ഹോളാണ്, 4 ഹോൾ 6 ഹോളുള്ളൊക്കെ ഉള്ളതുണ്ട്. ഇത് വന്നിട്ട് ഇയറിങ്ങിൻ്റെ ഹാങ്ങിങ്സ് ആണ്. ഇതും നമുക്ക് കണക്ടറായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് നോക്കിയാൽ അറിയാം കുറേ ഹോൾസ് ഉണ്ട്. അത് വെച്ച് നമുക്ക് ലെയർഡ് നെക്ക് പീസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് ലോറിയൽസ് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഹാങ്ങിങ് ഇയറിങ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബേസ് ആയിട്ടുള്ള ഒരു ഇതിനകത്ത് ഇട്ടിട്ട് നമുക്ക് അങ്ങനെയും ഹാങ്ങിങ് ഇയറിങ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് വന്നിട്ട് ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ബീഡ്സ് ആണ്. നമുക്ക് നെക്ക് പീസസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇയറിങ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ടെറാക്കോട്ട ജ്വല്ലറിയിൽ നമുക്ക് ആഡ് ഓൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതെൻ്റെ കയ്യിലുള്ള കുറച്ച് ഇയറിങ്സിൻ്റെ ബേസസ് ആണ് കേട്ടോ. ആൻറ്റീക്ക് ഉണ്ട്, സിൽവർ ഉണ്ട്, ഓക്സിഡൈസ്ഡ് ആണ് ബേസിക്കലി കൂടുതലും. പല ഷേപ്പിലുള്ളതുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇയറിങ്സ് മേക്ക് ചെയ്യാനായിട്ട്, ജുംകാസ് മേക്ക് ചെയ്യാനായിട്ടും ഹാങ്ങിങ് ഇയറിങ്സിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റഡ് ബേസ് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇനി ഈ കാണുന്നത് നമ്മുടെ ലോക്കാണ്. സിൽവർ കളറിലുള്ള എസ് ഷേപ്ഡ് ലോക്കാണ്. ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ള മാല ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്.
ഇനി വരുന്ന കുറച്ചധികം ബീഡ്സ് ആണ് കേട്ടോ. പല ടൈപ്പ് ഓഫ് ബീഡ്സ് ഉണ്ട്. ക്രിസ്റ്റൽ ബീഡ്സ് ഉണ്ട്, ഗ്ലാസ് ബീഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ പേൾസിൻ്റെ തന്നെ നമുക്ക് ഒറിജിനൽ പേൾസ് ഉണ്ട്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബീഡ്സ് ഉണ്ട്, റോണ്ടേൽ ഷേപ്ഡ് ബീഡ്സ് ഉണ്ട്, ക്യാൻഡി ബീഡ്സ് ഒക്കെ ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ആംഗ്ലെറ്റ്സും ബ്രേസ്ലെറ്റ്സ് അതുപോലെ തന്നെ ഇയറിങ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, നെക്ലേസിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കുറച്ച് ബീഡ്സിൻ്റെ കളക്ഷൻസ് കാണിക്കുന്നതായിരിക്കും കേട്ടോ. പല ഷേപ്പിലുള്ളത് എൻ്റെ കയ്യിലുള്ള പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബീഡ്സ് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ചിങ്ങനെ എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. ഇതൊക്കെ ക്യാൻഡി ബീഡ്സ് ആണ്, അതുപോലെ തന്നെ ക്രിസ്റ്റൽ ബീഡ്സ് ഒക്കെ ഉണ്ട്. ഇത് വെച്ച് നമുക്ക് പല ടൈപ്പ് ഓഫ് ജ്വല്ലറീസ് ഉണ്ടാക്കാൻ പറ്റും. പേൾ ബീഡ്സ് ആണെങ്കിലും നമുക്ക് ക്വാളിറ്റി ഉള്ളതുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ക്വാളിറ്റി കുറഞ്ഞതുമുണ്ട്. അതും ഓഫ് വൈറ്റ് കളറിൽ അല്ലെങ്കിൽ പ്യുവർ വൈറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ജസ്റ്റ് കുറച്ച് എൻ്റെ കയ്യിലുള്ള ഇപ്പോൾ ഇരിക്കുന്ന കുറച്ച് എന്താ പറയുക ബീഡ്സാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഒരു നെക്സ്റ്റ് പാർട്ടായിട്ട് ഞാൻ ബീഡ്സിൻ്റെ ഒരു കളക്ഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.